ഹലോ എവരിവൺ, ദിശ അക്കാദമിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് SSC GDന്റെ ഒന്നാമത്തെ ദിവസത്തെ 4 ഷിഫ്റ്റിലെയും പ്രധാനപ്പെട്ട മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ ക്വസ്റ്റ്യൻസ്. അതിൽ തന്നെ 4 ഷിഫ്റ്റിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഇനിയും റിപ്പീറ്റ് ചെയ്യപ്പെടാൻ ചാൻസ് ഉള്ള മോഡൽസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഷിഫ്റ്റിൽ ചിലപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഷിഫ്റ്റിൽ നിന്നാണ് എടുത്തത് നിങ്ങൾ മനസ്സിലാക്കുക, എഴുതിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ. അല്ലാത്ത ആൾക്കാർ ശ്രദ്ധിക്കുക, 4 ഷിഫ്റ്റിലും റിപ്പീറ്റ് അടിച്ച് വന്നിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ശ്രദ്ധിക്കുക, ഞാനൊരു ക്വസ്റ്റ്യൻ കാണിക്കും, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്യുക. പോസ് ചെയ്തതിന് ശേഷം ആ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, എന്നിട്ട് എൻ്റെ മെത്തേഡ് നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ ആ മെത്തേഡ് ചൂസ് ചെയ്യുക. അതല്ല, നിങ്ങളുടെ മെത്തേഡിൽ നിങ്ങൾ സ്പീഡ് ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾ മാറ്റാൻ നിൽക്കണ്ട. അടുത്ത ദിവസം എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഒരു പരീക്ഷണം നടത്തണ്ട. നിങ്ങളുടെ മെത്തേഡ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ഈ മോഡലായിട്ടുള്ള 4 ക്വസ്റ്റ്യൻസും 4 ക്വസ്റ്റ്യൻ അല്ല, 4 ഷിഫ്റ്റിലെയും, അതായത് ഏതൊക്കെ ഷിഫ്റ്റാണ്, ഷിഫ്റ്റ് 1, 2, 3, 4 ഈ 4 ഷിഫ്റ്റിലെയും ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധയോടെ നിങ്ങളൊന്ന് ചെയ്തു വെക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ സം ബിക്കംസ് എത്ര ടൈംസ് ആ 7/5 ഓഫ് ഇറ്റ് സെൽഫ് ഇൻ 5 years അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി സം എത്രയാവുന്ന പറഞ്ഞത്, സം എത്രയാവുന്ന ക്വസ്റ്റ്യനിൽ പറയുന്നത് 7/5 ആവും. 7/5 ആവും എന്നാണ് പറയുന്നത്. എത്ര വർഷം കൊണ്ട്? 5 വർഷം കൊണ്ട്. എടാ 7/5 ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സം, ഇവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്നാ? സിമ്പിൾ ഇൻട്രസ്റ്റ് 2/5 ആണെന്നാണ് അർത്ഥം. 7/5 ആയി നമ്മളുടെ സം 7/5 ആയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് 2/5 ആണ്, അല്ലെങ്കിൽ 2/5 ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് കിട്ടും. ഈ 2/5 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ്? നമുക്കറിയാലോ, 2/5 എന്ന് പറഞ്ഞാൽ 40% ആണ്. അറിയാത്ത ആൾക്കാർ 100 കൊണ്ട് ഗുണിച്ച് നോക്കിയാൽ മതി, 40% ആണെന്ന് കിട്ടും. നമ്മൾ ടേബിൾ പഠിക്കുന്നതാണ്, പെർസെൻറ്റേജ് ടേബിൾ പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് മനസ്സിലായി, 40% കൂടിയിട്ടുള്ളത്. എത്ര വർഷത്തിൽ? 5 years. അപ്പോൾ 5 years എത്ര കൂടി? 40%. അങ്ങനെയാണെങ്കിൽ 1 yearൽ എത്രയായിരിക്കും? 1 yearൽ 40/5 ആയിരിക്കും. അതെത്രയാടാ? അത് 8% ആണ്. എടാ 8% ആണ് ഒരു വർഷം കൂടുന്നത്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? റേറ്റ് അല്ലേ. ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വർഷം കൂടുന്ന വാല്യൂവിനാണല്ലോ, ഒരു വർഷം കൂടുന്ന പെർസെൻറ്റേജിനാണല്ലോ റേറ്റ് എന്ന് പറയുക. അപ്പോൾ 8% ഒരു വർഷം കൂടുന്നതാണ്. അതുകൊണ്ട് റേറ്റ് എത്രയാണ്? 8% ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ റേഷ്യോ, ഈ 2/5 എന്ന് പറയുന്ന ഫ്രാക്ഷൻ 40% ആണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എ ട്രെയിൻ ഓഫ് ലെങ്ത് 320 meter റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 30 meter/second ക്രോസസ് അനദർ ട്രെയിൻ. അപ്പോൾ ട്രെയിൻ ക്രോസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഒരു ട്രെയിൻ ഉണ്ട്, ആ ട്രെയിനിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഓവർടേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർടേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ ഡയറക്ഷനിൽ പോവുക. ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ കോമൺലി ഉദ്ദേശിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകാന്നാണ്. അപ്പോൾ 30 meter/second ഒരു ട്രെയിൻ പോകുന്നത്, മറ്റേ ട്രെയിൻ പോകുന്നത് 25 meter/second. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും കൂടെ റിലേറ്റീവ് സ്പീഡ് എന്താ പറഞ്ഞു തരാൻ പറ്റുമോ? റിലേറ്റീവ് സ്പീഡ് എങ്ങനെ വരിക? രണ്ടുപേരും ഓപ്പോസിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ 30, 20 കൂടെ ആഡ് ചെയ്യുക, 25 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എത്ര കിട്ടി? 30, 25, 55 കിട്ടി. 55 meter/second ആണ് അവരുടെ സ്പീഡ്. ഇനി എന്താ പറയുന്നത്? അതെത്ര ടൈമിലാണ് ക്രോസ് ചെയ്യുന്നത്? 11 സെക്കൻഡിലാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ടൈം ഈക്വൽ ടു 11 സെക്കൻഡ്. ഇനി അങ്ങനെയാണെങ്കിലടാ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇവർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, ഇവരുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ 2 ട്രെയിനിൻ്റെ ലെങ്ത് ആണല്ലോ. 2 ട്രെയിൻ ക്രോസ് ചെയ്യുമ്പോൾ അവരുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, 2 ട്രെയിൻ ക്രോസ് ചെയ്യുമ്പോൾ അവരുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ അവരുടെ ഡിസ്റ്റൻസ്? 2 ട്രെയിനിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ L1 + L2 ആണ് നമ്മളെ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കും? സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്രയാ? 55. സ്പീഡ് 55 ഇൻറ്റു ടൈം എത്രയാ? 11 സെക്കൻഡ്. അപ്പോൾ ഡിസ്റ്റൻസ് എത്ര കിട്ടി? 55 × 15 11 605 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, 605 മീറ്റർ ആണ് 2 ട്രെയിനിൻ്റെയും കൂടെ ലെങ്ത്. 2 ട്രെയിനിൻ്റെയും കൂടെ ലെങ്ത് ആണ് 605 മീറ്റർ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒരു ട്രെയിനിൻ്റെ ലെങ്ത് അല്ലേ. അതെങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് ഒരു ട്രെയിനിൻ്റെ ലെങ്ത് 320 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ട്രെയിനിൻ്റെ ലെങ്ത് 605 ആണ്. രണ്ടാമത്തെ ട്രെയിനിൻ്റെ ലെങ്ത് എന്തായിരിക്കും? 605 നിന്ന് കുറച്ചാൽ കിട്ടും. അതായത് സെക്കൻഡ് ട്രെയിനിൻ്റെ ലെങ്ത് L2 = 605 മൈനസ് എത്രയാ? 320. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടിയടാ? എത്ര കിട്ടി? 285 കിട്ടും. കിട്ടൂലേ? കുറച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് 285 മീറ്റർ എന്ന് കിട്ടും. 285 മീറ്റർ. അപ്പോൾ സെക്കൻഡ് ട്രെയിനിൻ്റെ ലെങ്ത് 285 മീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ആവറേജിൻ്റെ ക്വസ്റ്റ്യൻ ആണ്.
അടുത്തായിട്ട് വന്നിട്ടുള്ളത് 2 ഗ്രൂപ്പ് തരും. 2 ഗ്രൂപ്പിന്റെ ആവറേജ് തരും. എന്നിട്ട് ടോട്ടൽ ആവറേജ് എത്രയാണെന്ന് ചോദിക്കും. നിങ്ങൾ പൊതുവെ സം എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇങ്ങനെ ചെയ്യുക. ഇവിടെ ക്വസ്റ്റ്യൻ പറയാണ് 4 സ്റ്റുഡൻസിന്റെ ആവറേജ് 20 ആണ്, അവരുടെ ആവറേജ് ഏജ് 20 വയസ്സാണ്. 8 ടീച്ചേഴ്സിന്റെ ആവറേജ് 35 വയസ്സാണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് ഏജ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, 2 പേരുടെ ആവറേജ് ഏജാണ് ചോദിച്ചത്. നിങ്ങൾ ഇങ്ങനെ ചെയ്യാം. 4 ആൾക്കാർക്ക് എത്രയാ ആവറേജ്? 20 ആണല്ലോ. 8 ആൾക്കാർക്ക് എത്രയാ ആവറേജ്? എത്രയാ? 35 ആണല്ലോ. നിങ്ങൾ ഇതിൽ കുറവ് ഏതാ? 20 അല്ലേ. നിങ്ങൾ വിചാരിക്കുക ടോട്ടൽ 12 ആൾക്കാർ, 12 ആൾക്കാർക്കും ആവറേജ് 20 ആണെന്ന് വിചാരിക്കുക. പക്ഷെ 8 ആൾക്കാർ ആവറേജ് 35 ആണല്ലോ. നമ്മൾ കൂട്ടാതെ വെച്ചാൽ എത്രയാ? 8 ആൾക്കാർക്കും നമ്മൾ 20 ആണെന്ന് വിചാരിച്ചു. അപ്പൊ എത്ര എടുത്തില്ല? ഒരു 15 അവരെടുത്ത് നിന്നൊക്കെ മാറ്റി വെച്ചു. ഓരോരുത്തരെടുത്തും 15 മാറ്റി വെച്ചു. അങ്ങനെ 8 ആളുടെ അടുത്ത് നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര മാറ്റി വെച്ചു? 8 × 15 മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 8 × 15 ആണ് മാറ്റി വെച്ചത്. ആ മാറ്റി വെച്ചത് ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മൾ ഡീവിയേഷൻ എന്ന് പറയാം. 8 × 15 8 × 15 ആണ് ടോട്ടൽ മാറ്റി വെച്ചത്. ഡിവൈഡഡ് ബൈ അത് എത്ര ആൾക്കാർ കൊടുക്കണം? 12 ആൾക്കാർക്ക് കൊടുക്കണം. 12 കട്ട് ചെയ്ത് നിങ്ങൾ ഇവിടെ കട്ടാവും, ഇവിടെ കട്ടാവും. ഇതെത്ര വരും? 2. ഇതെത്ര വരും? 3. 3ഉം 15ഉം കട്ടായ 5 എന്ന് വരും. അപ്പോൾ 5 × 2 ഇവിടെ ഒരു 5 വന്നു, ഇവിടെ ഒരു 2 വന്നു. അപ്പോൾ 12 ആൾക്കാർക്ക് 20ഉം 5 × 2 10ഉം 30 എന്ന് ആൻസർ വരും. അപ്പോൾ 30 ആണ് ഫൈനൽ ആൻസർ വരിക. എന്താ ഇവിടെ ചെയ്തിട്ടുള്ളത്? ഞാൻ എല്ലാവർക്കും 12 ആൾക്കാർക്ക് 20 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ പക്ഷേ ഈ 8 ആൾക്കാർക്ക് 20 അല്ല, എത്രയുണ്ട്? 35 ഉണ്ട്. നമ്മൾ 20 അതിൽ നിന്ന് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 15 എക്സ്ട്രാ ഉണ്ട്. അങ്ങനെ ഒരാൾക്ക് 15 എക്സ്ട്രാ, അങ്ങനെ 8 ആൾക്കാർക്കും 15 എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ 8 × 15 എക്സ്ട്രാ വന്നു. 8 × 15 ആ എക്സ്ട്രാ വന്നത് ഈ 12 ആൾക്കാർക്കും കൂടെ വീതിച്ചു കൊടുത്തു. അത് 20ന്റെ കൂടെ കൂട്ടി. അപ്പോൾ എല്ലാവർക്കും 30 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുന്നത്, സം വെച്ചിട്ടല്ല. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ലൈവിൽ, അതായത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ്റെ ലൈവിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഇതും നമ്മൾ അവസാനം നമ്മളെ ലൈവ് തീരുന്ന സമയത്ത്, എക്സാമിൻ്റെ തലേ ദിവസം ലൈവ് തീർന്നപ്പോൾ എന്താണ് തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. തേർഡ് പ്രൊപ്പോർഷൻ എന്തായിരുന്നു? തേർഡ് പ്രൊപ്പോർഷൻ ഈക്വൽ ടു നമ്മൾ എഴുതിയിട്ടുണ്ട്. തേർഡ് പ്രൊപ്പോർഷൻ ഈക്വൽ ടു B²/A. B²/A എന്നല്ലേ എഴുതിയത്, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഇതിൽ B² എത്ര വന്നിട്ടുള്ളത്? 15². രണ്ടാമത് തന്ന ആളാണ് B. ഈ രണ്ടാമത് തന്ന ആളാരാ? രണ്ടാമത് തന്ന ആളാണ് B. ആദ്യം തന്ന ആളാരാ? ആദ്യം തന്ന ആള് നമ്മൾ A എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവിടെ ഇപ്പോൾ ആരാ തന്നിട്ടുള്ളത്? B² തന്നിട്ടുണ്ട്, A തന്നിട്ടുണ്ട്. B² എന്ന് പറഞ്ഞാൽ 15² ആണ്, A എന്ന് പറഞ്ഞാൽ 9 ആണ്. ഇതെങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യുക? നിങ്ങൾക്ക് ചെയ്യാനുള്ള എളുപ്പവഴി പറഞ്ഞുതരാം. 15 × 15 എന്ന് എഴുതുക. നിങ്ങൾ സ്ക്വയർ എഴുതാതെ ഡിവൈഡഡ് ബൈ 9 എഴുതുക. എടാ 9 2 3 ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. അപ്പോൾ 9ന്റെ 2 3 ക്യാൻസൽ ആയിപ്പോയി. ഇനി മുകളിൽ 3 പോയി കഴിഞ്ഞാൽ 5, ഇവിടെ 3 പോയി കഴിഞ്ഞാൽ 5 ഈക്വൽ ടു 25. അപ്പോൾ 25 ആണ് ഇവിടുത്തെ തേർഡ് പ്രൊപ്പോർഷൻ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക എന്താണ് തേർഡ് പ്രൊപ്പോർഷൻ ഈക്വൽ ടു B²/A. ഓക്കെ, മറന്നു പോരുത്. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് പ്രൊപ്പോർഷൻ ഓർമ്മയുണ്ടോ? ഫോർത്ത് പ്രൊപ്പോർഷൻ എന്താ? BC/A. മറക്കാതിരിക്കുക. ഫോർത്ത് പ്രൊപ്പോർഷൻ BC/A. മീൻ പ്രൊപ്പോർഷൻ എന്താണെന്ന് ഓർമ്മയുണ്ടോ? √AB. മറക്കരുത്. ഇക്വേഷനായിട്ട് തന്നെ പഠിച്ചോളാം. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സ്മോളർ ആൻഡ് ലാർജർ നമ്പർ ഇഫ് LCM ഈസ് 180 ആൻഡ് റേഷ്യോ ബിറ്റ്വീൻ ദം ഈസ് 7:2. ഇവിടെ 2 നമ്പറിന്റെ റേഷ്യോ തരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം A:B 2 വാല്യൂ തന്നതാണ്. ഓക്കെ, ഇനി ആ 2 നമ്പർ ഏതൊക്കെയായിരിക്കും? ആദ്യത്തെ നമ്പർ A × HCF ആയിരിക്കും, രണ്ടാമത്തെ നമ്പർ B × HCF ആയിരിക്കും. ഓക്കെ, അതും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി LCM എന്താ സാധനം? LCM എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പറിന്റെ 2 നമ്പറിന്റെ LCM എന്ന് പറഞ്ഞാൽ AB × HCF ആയിരിക്കും. ഓക്കെ, അപ്പോൾ AB × HCF ആണ് LCM എന്ന് പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഫൈൻഡ് ദ സ്മോളർ ഓർ ലാർജർ നമ്പർ. രണ്ടും കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സ്മോളർ നമ്പർ അല്ലെങ്കിൽ ലാർജർ നമ്പർ കണ്ടുപിടിക്കണം. എങ്ങനെയാ? LCM തന്നിട്ടുണ്ടെങ്കിൽ എടാ സ്മോളർ നമ്പർ ആരാ അവിടെ? സ്മോളർ നമ്പർ ഇപ്പോൾ 7:2 ആണ് ഇവിടുത്തെ റേഷ്യോ. 7:2 ആണ്. അപ്പോൾ സ്മോളർ നമ്പർ എന്ന് പറഞ്ഞാൽ 2 HCF ആയിരിക്കും. 2 × HCF ആയിരിക്കും. ഓക്കെ, നമ്മളെ LCM എന്താന്ന് ഞാൻ പറഞ്ഞല്ലോ, AB × HCF അല്ലേ. അപ്പോൾ ഇവിടുത്തെ LCM ആരാ? ഈ ക്വസ്റ്റ്യനിലെ LCM ആരാ നിങ്ങൾ പറ. ഈ ക്വസ്റ്റ്യനിലെ LCM ഈക്വൽ ടു ഈ ക്വസ്റ്റ്യനിലെ LCM ആരാ? ഇതാ 7 × 2 × HCF ആണ്. 7 × 2 × HCF ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലാർജസ്റ്റ് നമ്പർ വേണമെങ്കിൽ എന്ത് വേണം? ലാർജസ്റ്റ് നമ്പർ N1 ആണ്. ലാർജസ്റ്റ് നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് 7 × HCF വേണം. 7 × HCF. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ 2 കളയണം. അപ്പോൾ LCM 180 ആണെന്നറിയാം. LCM ഈക്വൽ ടു 180. അപ്പോൾ N1 കണ്ടുപിടിക്കാനുള്ള ഒരു വഴി എന്താ? N1 ഈക്വൽ ടു LCM ബൈ ഏതാ? നമ്മൾ 2 എന്ന് പറയുന്ന റേഷ്യോ, ഈ റേഷ്യോ ഇത് കളഞ്ഞാൽ മതി. നമുക്ക്
ഡിവൈഡ് ചെയ്യുക, LCM/2 ചെയ്യുക, ഈക്വൽ ടു 90 എന്ന് കിട്ടും. 90 എന്ന് കിട്ടും. എടാ നോക്കിയേ, നിങ്ങൾക്ക് 7 ബന്ധപ്പെട്ട നമ്പർ വേണമെങ്കിൽ, ലാർജർ നമ്പർ 7 ആണല്ലോ, അത് വേണമെങ്കിൽ നിങ്ങൾ LCM/2 ചെയ്യുക. ഇനി നിങ്ങൾക്ക് സ്മോളർ നമ്പർ ആവേണ്ടത്, അതായത് 2 ആയിട്ട് ബന്ധപ്പെട്ട നമ്പറാണ്, 2ന്റെ സ്ഥാനത്തുള്ള നമ്പർ ആവേണ്ടതെന്നുണ്ടെങ്കിൽ LCM/7 ചെയ്യുക. മറന്നു പോകരുത്, LCM/7 ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടുള്ളൂ, നമുക്ക് ലാർജർ നമ്പർ N1 ആണ്. N1 വേണമെങ്കിൽ 180/2 ചെയ്യുക. ഇനി സ്മോളർ നമ്പർ N2 ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 180/7 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. റെഡി. അടുത്ത ക്വസ്റ്റ്യൻ LCMന്റെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ വരുന്നത്, റേഷ്യോ ഓഫ് 2 numbers is 12:11 ആൻഡ് HCF is എത്രയാ, HCF 5. ഫൈൻഡ് ദ LCM. എടാ LCM നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, 2 റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ LCM ഈക്വൽ ടു AB × HCF. ഇവിടെ AB എത്രയൊക്കെയാ, 12 × 11, HCF എത്രയാ, 5. ഇത് ചെയ്ത ആൻസർ കിട്ടും. 12 × 11 എത്രയാ, എങ്ങനെയാ 12, ഒരു നമ്പറിനെ 11 കൊണ്ട് ഗുണിക്കുക, അവസാനത്തെ ഡിജിറ്റ് അവിടെ എഴുതുക, 2 1 3, പിന്നെയോ 1, ആ 1 അവിടെ എഴുതി, × 5. എങ്ങനെ ഒരു നമ്പറിനെ 5 കൊണ്ട് ഗുണിക്കുക, ആ നമ്പറിന്റെ പകുതി കണ്ടിട്ട് 0 ഇട്ട് കൊടുക്കുക. 132ന്റെ പകുതി എത്രയാ, 61, 0 ഇട്ട് 610. ഓക്കെ, ഇതാണ് ആൻസർ വരിക. പെട്ടെന്ന് നമ്മൾ ചെയ്തു പോവാണ്. നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനും കൂടെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ പോസ് ചെയ്ത് വെച്ച് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മളെ ഈ പറയുന്ന ഡിസ്ക്രിപ്ഷൻ ഒന്ന് കേട്ട് നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് എക്സ്പ്ലനേഷൻ കേട്ടാൽ മതി. അടുത്തത് ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഇസ് 3 times ഓഫ് ഇറ്റ് ബ്രെഡ്സ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ രാവിലെ എക്സാമിന്റെ തലേ ദിവസം രാവിലെ പറഞ്ഞ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്, ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഇസ് 3 times ഓഫ് ഇറ്റ്സ് ബ്രെഡ്ത്ത്. അതായത് ലെങ്ത് എന്താണ്, ഒരു റെക്ടാംഗിളിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 3 times ഇറ്റ്സ് ബ്രെഡ്ത്ത് ആണ്. അല്ലെങ്കിലോ ബ്രെഡ്ത്ത് ഈക്വൽ ടു ലെങ്ത്തിന്റെ 3/1. ഇങ്ങനെയും പറയാം. ഏരിയ ഓഫ് റെക്ടാംഗിൾ 108 ആണെന്ന് പറയുന്നത്. എടാ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് അല്ലേ. ഓക്കെ, എനിക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ലെങ്ത്താണ്. അതുകൊണ്ട് നമ്മളെ ക്വസ്റ്റ്യനിൽ ബ്രെഡ്ത്തിനെ മാറ്റണം. അതുകൊണ്ട് ഞാൻ ലെങ്ത് × ബ്രെഡ്ത്തിന് പകരം ഞാൻ എന്തെടുത്തു, L/3 എടുത്തു. ലെങ്ത് × ലെങ്ത്/3. ഇതാണ് ഏരിയ. അത് എത്രയാണെന്ന് പറയുന്നത്, ലെങ്ത് × ലെങ്ത്/3 എന്ന് പറഞ്ഞാൽ ലെങ്ത് സ്ക്വയർ/3 ഈക്വൽ ടു 108 ആണെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെങ്ത് സ്ക്വയർ എത്രയാ, 108 × 3, അതെത്രയാ, 324. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എത്രയാ, 324ന്റെ റൂട്ട് അതെത്രയാ, 18. അപ്പോൾ 18 ആണ് ലെങ്ത് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബ്രെഡ്ത്തിനെ മാറ്റി അവിടെ ലെങ്ത് കൊടുക്കുന്ന ഒരു കേസ് മാത്രമാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എക്സാമിന് ചോദിക്കുന്നുണ്ട്. റെഡി. അടുത്ത ക്വസ്റ്റ്യൻ ഒരു കോമൺ ഇൻട്രസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എ സം ബിക്കംസ് 2 times in 30 years. ഇനി അതുപോലെ തന്നെ ചോദിക്കുകയാണ്, കോമ്പൗണ്ടിങ് ആനുവലി ഒക്കെയാണ് ശരി. ഇനി ഇത് 8 times എപ്പോൾ ആവും, ഇതാണ് ചോദ്യം. എടാ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ ഇതാണ്, 2 times ആവാൻ 30 വർഷം വേണം, ഒരു സം ഇരട്ടിയാവാൻ 30 വർഷം വേണം. അങ്ങനെയാണ് 8 times ആവാൻ എത്ര വർഷം വേണമെന്നോ നോക്കേണ്ടത്. നിങ്ങൾ ഇങ്ങനെ എഴുതുക, 2 times ആവാൻ എത്ര വർഷം വേണം, 30 വർഷം വേണം. 8 times ആവാൻ, എടാ 8 times എന്ന് പറഞ്ഞാൽ എന്താ സാധനം, 8നെ 2ന്റെ പവറായിട്ട് എഴുതിയേ, 2ന്റെ പവറിൽ എഴുതിയേ. അപ്പോൾ 2�3 എന്നാവില്ലേ. 8 എന്ന് പറഞ്ഞാൽ ആരാ, 2�3. ഇവിടെ 3 എന്ന് പറഞ്ഞ വാല്യൂ കണ്ടോ, ഈ വാല്യൂവിനെ ബേസ് ചെയ്ത് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. ഇവിടെ 8 ആവാൻ പവർ 3 കൊടുക്കണമെങ്കിൽ ആ 3 കൊണ്ട് നിങ്ങൾ ഇവിടുത്തെ ആൻസറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നോക്കിയേ, ഇവിടെ 30 അല്ലേ ഉള്ളത്. ഇവിടെ 2ന് ക്യൂബ് ഇടുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്താൽ മതി, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. ഇവിടെ പവർ 3 ഇടുമ്പോൾ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ 8നെ 2ന്റെ പവറായിട്ട് എടുക്കുക, ആ 3 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആൻസർ എത്ര കിട്ടി, 90 കിട്ടും. അപ്പോൾ 90 ഇയേഴ്സിലാണ് 8 times ആവുക. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് റേഡിയസ് ഓഫ് എ സ്ഫിയർ ഈസ് ഇൻക്രീസ്ഡ് ബൈ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പറയാണ്, സ്ഫിയറിന്റെ റേഡിയസ് എത്ര ഇൻക്രീസ് ചെയ്തു, 10% കൂട്ടി. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ വോളിയം എന്നാണ് പറയുന്നത്. എടാ നമുക്ക് വോളിയത്തിന്റെ ഇക്വേഷൻ അറിയാലോ, വോളിയം ഈക്വൽ ടു സ്ഫിയറിന്റെ വോളിയം എത്രയാ, 4/3 πr3. ഇതല്ല ഇക്വേഷൻ, 4/3 πr3 ആണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വോളിയമാണിത്. പിന്നെ എന്തായി, വോളിയം 10% കൂടി എന്നാണ് പറയുന്നത്. എടാ ഈ 10% കൂടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കണം, 10 11 എന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണ് മനസ്സിലാക്കുക, 10% എന്ന് പറഞ്ഞാൽ 1/10 ആണ്. ഈ 1/10 എന്ന് പറഞ്ഞാൽ 10 ആയിരുന്നത് 1 കൂടിയിട്ട് 11 ആയി എന്ന് അർത്ഥം. അപ്പൊ 10 ആയിരുന്നത് 1 കൂടിയിട്ട് 11 ആയി എന്ന് അർത്ഥം. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് മാറുന്നില്ല, ഈ 4/3 പയ്യോ ഒന്നും മാറുന്നില്ല, r³ മാത്രമല്ലേ മാറുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ റേഡിയസ് 3 തവണ മാറും. 10 11 പിന്നെയും 10 11 പിന്നെയും എന്തായി, 10 11 ഇങ്ങനെയാണ് 3 പ്രാവശ്യം. അല്ലെങ്കിൽ ക്യൂബ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചോ, 10 11 അതായത് റേഡിയസ്
10 ടൈംസ് കൂടി. അപ്പോൾ റേഡിയസിന്റെ ക്യൂബ് എടുക്കുകയാണല്ലോ ചെയ്യാൻ നമ്മൾ വോളിയത്തിന്റെ സമയത്ത്, റേഡിയസിന്റെ ക്യൂബ്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ക്യൂബ് എടുക്കുക. 10ന്റെ ക്യൂബ് എത്രയാ? 10ന്റെ ക്യൂബ് നമ്മൾ 1000 എന്ന് എഴുതും. 11ന്റെ ക്യൂബ് എത്രയാ? 11ന്റെ ക്യൂബ് 1331. എടാ എത്ര കൂടി? 331 കൂടി. പണ്ട് 1000 ആയിരുന്നു വോളിയം, ഇപ്പൊ 1331 ആയി. 331 കൂടി വോളിയം. എത്ര ആയിരുന്നു അപ്പോൾ? 1000 ആയിരുന്നു പണ്ട്. അതിന്റെ ശതമാനം കണ്ടുപിടിക്കാൻ 100 കൊണ്ട് ഗുണിക്കുക. കട്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഈക്വൽ ടു 33.1% കൂടിയെന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ എന്തേ ചെയ്യേണ്ടുള്ളൂ? വോളിയം എങ്ങനെ മാറി എന്ന് എഴുതി വെക്കുക, റേഡിയസ് എങ്ങനെ മാറി എന്ന് എഴുതുക, അതിന് ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ വോളിയം എങ്ങനെ മാറി എന്ന് കിട്ടും. ഓക്കെ, കാരണം എന്തുകൊണ്ടാ? ഇവിടെ നമ്മൾ റേഡിയസിന്റെ ക്യൂബാണ് എടുക്കുന്നത്, വേറെ ഒന്നും ഇവിടെ കൂടുന്നോ കുറയുന്നോ ഇല്ല. ഇല്ലെങ്കിൽ ഇവിടെ എഴുതുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 10 × 10 × 10 അത് എത്രയാ? 10 ക്യൂബ് തന്നെ കിട്ടും. ഇവിടെയോ 11 × 11 × 11 അത് 11 ക്യൂബ് ഒന്നും കിട്ടും. ഇതാണ് ഞാൻ അവിടെ ചെയ്തത്. അപ്പൊ നിങ്ങൾ റേഡിയസ് എങ്ങനെ ചേഞ്ച് ആവും എന്നുള്ളത് റേഷ്യോ പ്രകാരം എടുത്തു വെക്കുക. എന്നിട്ട് ക്യൂബ് എടുത്ത ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു സാധനം കമന്റ് ചെയ്യണം. ഈ വീഡിയോന്റെ അടിയിലായിട്ട് നിങ്ങളൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് കമന്റ് ചെയ്യുക. ഞാൻ പറയുകയാണ് 20% ആണ് റേഡിയസിലുള്ള ചേഞ്ച് ഇൻ റേഡിയസ് 20% ആണ്. അങ്ങനെയാണെങ്കിൽ എത്രയായിട്ടാണ് വോളിയത്തിൽ ചേഞ്ച് ഉണ്ടായത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം. ഈ 20% എന്ന് പറഞ്ഞാൽ എന്താ? 1/5 ആണ്. അപ്പോൾ 5 6 ആയി എന്നാ വരിക. ഓക്കെ, അപ്പോൾ ഈ 5 6 ആയി എന്നുള്ളത് വെച്ചിട്ട് എത്ര പെർസെൻറ്റേജ് വോളിയം ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചാൽ മതി. റെഡി ആണല്ലോ? ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ടൈം ആൻഡ് വർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ കുറച്ച് ആൾക്കാർ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകില്ല. വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് കണ്ടപ്പോൾ ടെൻഷൻ കൊണ്ടാണോ എന്നറിയില്ല, ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടായി, ആ സമയത്ത് പാനിക്കായി എന്ന് പറഞ്ഞു. സിമ്പിൾ ആയിട്ട് ആലോചിച്ചേ, എ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 30 ഡേയ്സ്. അപ്പോൾ എ എത്ര ദിവസം കൊണ്ട് ഒരു വർക്ക് തീർക്കും? 30 ഡേയ്സ് കൊണ്ട് തീർക്കും. ബി എത്ര ദിവസം കൊണ്ട് തീർക്കും? 60 ഡേയ്സ് കൊണ്ട് തീർക്കും. അപ്പോൾ നമുക്കൊരു LCM എടുത്തു കഴിഞ്ഞാൽ 60 എന്ന് കിട്ടി. 30 അങ്ങനെ 60 ആയത് 2 കൊണ്ട് ഗുണിക്കുമ്പോൾ, 60 അങ്ങനെ 60 ആയി 1 കൊണ്ട് ഗുണിക്കുമ്പോൾ. ഓക്കെ, ഇനിയിപ്പോൾ എയും ബി ഒരുമിച്ച് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. എത്ര ദിവസം? 10 ദിവസം. എടാ എ ഒരു ദിവസം വർക്ക് ചെയ്യുന്നത് 2 വർക്ക് ചെയ്യും, ബി ഒരു ദിവസം വർക്ക് ചെയ്താൽ 1 വർക്ക് ചെയ്യും. അപ്പോൾ എയും ബിയും കൂടെ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 3 വർക്ക് ചെയ്യും. അതാണ് അവരുടെ എന്ത് പറയുന്നത്? എഫിഷ്യൻസി എന്ന് പറയുന്നത്. അങ്ങനെ എയും ബിയും 10 ദിവസം വർക്ക് ചെയ്തു. 10 ദിവസം എയും ബിയും വർക്ക് ചെയ്തു. അപ്പോൾ എത്ര വർക്ക് നടന്നു? 30 വർക്ക് നടന്നില്ലേ? 30 വർക്ക് നടന്നു. എടാ ടോട്ടൽ വർക്ക് എത്രയാ? 60 അല്ലേ? അതിൽ 30 വർക്ക് എയും ബിയും 10 ദിവസം വർക്ക് ചെയ്യുമ്പോൾ നടക്കുമല്ലോ. ബാക്കി എത്ര വർക്ക് ഉണ്ടാവും? ബാക്കി 30 വർക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് നോക്കണ്ട. 30 വർക്ക് നടന്നു. എത്രയിൽ? 60. നോക്കിയേ, കട്ട് ചെയ്തേ. അപ്പോൾ 1/2 വർക്ക് നടന്നു. അതാണ് അർത്ഥം. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് പാർട്ട് ഓഫ് വർക്ക് അല്ലേ? വാട്ട് പാർട്ട് എന്നല്ല ചോദിക്കുന്നത്, 1/2 പാർട്ട് ഓഫ് വർക്ക് കംപ്ലീറ്റഡ് എന്ന് എഴുതിയാൽ മതി. നിങ്ങൾ ആ റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. എത്ര കംപ്ലീറ്റ് ആയി, എത്ര ഭാഗം കംപ്ലീറ്റ് ആയി എന്നത് മാത്രമാണെന്നുള്ളത് ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ, ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ബേസിക്സ് ഒക്കെ നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചുകൊള്ളുക. നമ്മളെ വീഡിയോസ് ഒക്കെ ഉണ്ട്, മുമ്പത്തെ വീഡിയോസ്, യോധ സീരീസ് വീഡിയോസ്, അതുപോലെ തന്നെ നമ്മളെല്ലാവരും എടുത്തു വെച്ച വീഡിയോസ് ഉണ്ട്. അത് മുഴുവൻ എടുത്ത് കണ്ടോളാം. ഇവിടെ എന്താ പറയുന്നത്? എ വെൻഡർ എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടക്കാരൻ ലൂസസ് 13%, 13% നഷ്ടം ഉണ്ടാകുന്നു ബൈ സെല്ലിംഗ് ഗുഡ്സ് അറ്റ് 435. എടാ 13% നഷ്ടം ഉണ്ടായി എന്ന് പറഞ്ഞാൽ CP കോസ്റ്റ് പ്രൈസിന്റെ 87% അയാൾ സാധനം വിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ 13% നഷ്ടം ഉണ്ടായത്. ഓക്കെ, അപ്പൊ 87% 435 ആണെന്ന് പറയുന്നത്. ആലോചിച്ചേ, 87% 435. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് 100% അല്ലേ? 100% എത്രയാണെന്നാ ചോദിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിനിങ്ങനെ നോക്കിയാൽ മതി. 87 എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് 435 ആക്കാൻ പറ്റുമോ? 87 ഇൻറ്റു ഏതെങ്കിലും ഒരു നമ്പർ ചെയ്താൽ നിങ്ങൾക്ക് 435 ആക്കാൻ പറ്റുമോ നോക്കുക. ഒന്ന് ശ്രമിച്ചു നോക്കുക. പറ്റുമെങ്കിൽ അതേ വാല്യൂ കൊണ്ട് 100നെ ഗുണിച്ചാൽ നിങ്ങൾക്ക് 100% കിട്ടും. ഓക്കെ, അപ്പോൾ അത് എത്രയാണെന്ന് നിങ്ങളൊന്ന് ഓർത്ത് കണ്ടുപിടിച്ച് പറയാൻ പറ്റുമോ നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇവിടെ നിന്ന് 87% 435. അപ്പോൾ 100% കണ്ടുപിടിക്കുക എങ്ങനെയാ? 435/87 ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ പറയുന്നില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? 87 എന്ന് പറയുന്നത് എങ്ങനെ 435 ആക്കാം, എത്ര കൊണ്ട് ഗുണിച്ചാൽ 435 ആക്കാം. ഇവിടെ ഒരു വാല്യൂ കിട്ടും. അതേ വാല്യൂ കൊണ്ട് 100നെ ഗുണിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടേണ്ട വാല്യൂ ഡയറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും വരുന്ന ഷിഫ്റ്റുകളിൽ ഉണ്ടാവാൻ സാധ്യത ഉള്ളതാണ്. കഴിഞ്ഞ ദിവസത്തെ 2 ഷിഫ്റ്റുകളിൽ ഈ സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ടൈപ്സ് ഒന്നാമത്തെ ദിവസത്തുള്ളത്. റിപ്പീറ്റ് ചെയ്ത ടൈപ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എടുത്ത് വൃത്തിയായിട്ട് വെച്ച് പഠിക്കുക. ബാക്കി വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അടുത്ത ദിവസം
സെക്കൻഡ് ഡേയിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വേറെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ ക്വസ്റ്റ്യൻസിൽ പ്രധാനപ്പെട്ടത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്വസ്റ്റ്യൻ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക, എന്നിട്ട് അത് വൃത്തിയായിട്ട് എടുത്ത് ചെയ്യുക. ഓക്കെ, എന്നിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, എക്സാം എഴുതുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.